+2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ദിസ് ഈസ് പാർട്ട് 17 ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എക്സസൈസ് 5.5. എക്സസൈസ് 5.5ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 15 പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട 3 ഇക്വേഷൻസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ലോഗ് എ ബി ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി, log a by b is equal to log a minus log b, and log of a raised to n is n log a. ഈ ഇക്വേഷൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യും. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. log of a raised to n is n log a. Differentiate following functions with respect to x. First one, cos x into cos 2x into cos 3x. 3 ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ടേക്ക് y ഈക്വൽ ടു കോസ് എക്സ് കോസ് 2x കോസ് 3x. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്, ലോഗ് y ഈക്വൽ ടു ലോഗ് ഓഫ് കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. We know that log of a into b is log a plus log b. So log of a into b into c is log a plus log b plus log c. So log of cos x into cos 2x into cos 3x is log cos x plus log cos 2x plus log cos 3x. ഇവിടെ 3 ടേംസ് ആണ് ഇരിക്കുന്നത്, a into b into c. log of a into b into c is log a plus log b plus log c. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കിട്ടും. log y equal to log cos x plus log cos 2x plus log cos 3x. Now differentiating both sides with respect to x, log y ആണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ വേരിയബിൾ y ആണ്. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലോഗിൻ്റെ ഡെറിവേറ്റീവ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x, ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. വേരിയബിൾ y വരുന്ന സമയത്തൊക്കെ അവിടെ dy ബൈ ഡി എക്സ് ഉണ്ടാകും. Derivative of log y is 1/y dy by dx. Derivative of log cos x is 1 cos x into derivative of cos x. Derivative of log cos 2x is 1 cos 2x into derivative of cos 2x. Derivative of log cos 3x എന്താ 1 cos 3x into derivative of cos 3x. Now derivative of cos x is minus sin x. Derivative of cos 2x is minus sin 2x into derivative of 2x. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ മൈനസ് സൈൻ 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x. ഡെറിവേറ്റീവ് ഓഫ് കോസ് 3x is മൈനസ് സൈൻ 3x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3x. So we get 1 cos x into minus sin x plus 1 cos 2x into derivative of cos 2x is minus sin 2x into derivative of 2x is 2 plus 1 cos 3x into derivative of cos 3x is minus sin 3x into derivative of 3x is 3. So dy by dx equal to ഈ y നെ ഇപ്പുറത്തേക്ക് എടുക്കണം, y into now sin by cos is tan. So we get minus tan. Minus sin x divided by cos x is minus tan x. Minus sin 2x divided by cos 2x is minus tan 2x. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ 2 ഇവിടെ വരും, minus 2 tan 2x. അതുപോലെ ഇവിടെ ഇരിക്കുന്ന 3യും വരും, ഈ മൈനസ് സൈനും ഇങ്ങോട്ടേക്ക് എടുക്കണം, minus 3 into sin 3x divided by cos 3x is tan 3x. So inside bracket we get minus tan x minus tan 2x into 2, that is minus 2 tan 2x. Minus tan 3x into 3, that is minus 3 tan 3x. Now we can take minus sign outside. 3 ടേംസിലും മൈനസ് ആണ് ഇരിക്കുന്നത്, ആ മൈനസ് സൈൻ പുറത്ത് വെക്കണം. Now we know that y is equal to cos x cos 2x cos 3x. So this is equal to minus cos x into cos 2x into cos 3x into ഇവിടെ ഇരിക്കുന്ന ടേംസ് എല്ലാം പോസിറ്റീവായിട്ട് മാറും. മൈനസ് സൈൻ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. tan x plus 2 tan 2x plus 3 tan 3x. So dy by dx equal to minus cos x cos 2x cos 3x into tan x plus 2 tan 2x plus 3 tan 3x. Now second one, root of x minus 1 into x minus 2 whole divided by x minus 3 x minus 4 x minus 5. Now this is equal to, ഇപ്പോൾ ഇവിടെ റൂട്ട് ആണ് ഇരിക്കുന്നത്, റൂട്ട് എക്സ് ഇസ് എക്സ് റേസ് ടു 1/2. സോ ദിസ് വൺ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് these terms whole raised to 1/2. Okay, root ഇല്ലതിനെ നമ്മൾ whole raised to 1/2 എന്ന് എഴുതണം. Now taking logarithm on both sides, we get log y equal to log of
x minus 1 into x minus 2 whole divided by x minus 3, x minus 4, x minus 5 whole raised to 1 by 2. ഇപ്പോൾ ഇവിടെ log എടുക്കുന്ന സമയത്ത് ഈ 1 by 2 മുമ്പിലോട്ട് വരും. So 1 by 2 into log x minus 1 into x minus 2 divided by x minus 3 into x minus 4 into x minus 5. ഇനി ഇവിടെ നമ്മൾ രണ്ട് റൂൾ അപ്ലൈ ചെയ്യണം. log of a by base log a minus log b. അതിനുശേഷം log of a into base log a plus log b. ആ രണ്ട് റൂൾസും നമ്മളിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ log a by b അപ്ലൈ ചെയ്യാം. log a by base log a minus log b. So 1 by 2 into ഈ പവർ ഇങ്ങോട്ടേക്ക് വരും. log of a by b log a minus log b അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ log of x minus 1 into x minus 2 minus log of x minus 3 into x minus 4 into x minus 5 എന്ന് കിട്ടും. ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് log of a into b. log of a into b is log a plus log b. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്? log x minus 1 plus log x minus 2. ഇവിടെ അതേപോലെ തന്നെ log of a into b into c ഉണ്ട്. log a plus log b plus log c എന്ന് കിട്ടും. പിന്നെ ഇവിടെ ഇരിക്കുന്ന മൈനസ് സൈൻ ആണ്. അപ്പം ഇവിടെ വരുന്ന മൂന്ന് ടേംസും നെഗറ്റീവ് ആകും. അതായത് മൈനസ് log x minus 3 മൈനസ് log x minus 4 മൈനസ് log x minus 5 അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. മൂന്ന് ടേംസും നെഗറ്റീവായിട്ട് വരും. ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് derivative of log y is 1 by y dy by dx equal to 1 by 2 into derivative of log x minus 1. Derivative of log x is 1 by x. Derivative of log x minus 1 is 1 by x minus 1. 1 by x minus 1 into derivative of x minus 1 എന്ന് പറഞ്ഞ ടേം ഇവിടെ ഉണ്ട്. Derivative of x minus 1 എന്താ? 1 ആണ്. Derivative of x is 1. Derivative of minus 1 is 0. So derivative of x minus 1 is 1. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ചിട്ട് എഴുതാത്തത്. Derivative of log x minus 1 is 1 by x minus 1. Derivative of log x minus 2 is 1 by x minus 2. Derivative of x minus 2 is 1. അതുകൊണ്ട് അത് എഴുതിയിട്ടില്ല. Then minus derivative of log x minus 3 is 1 by x minus 3. Derivative of log x minus 4 is 1 by x minus 4. Derivative of log x minus 5 is 1 by x minus 5. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൂന്ന് ടേംസും അവസാനത്തെ മൂന്ന് ടേംസും നെഗറ്റീവ് ആണ്. ആദ്യത്തെ രണ്ട് ടേംസ് പോസിറ്റീവ് ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈനെ ഇങ്ങോട്ട് എടുക്കുക. ഇവിടുത്തെ ഈ 1 by 2 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 by 2 into y. y is root of x minus 1 into x minus 2 whole divided by x minus 3 into x minus 4 into x minus 5. പിന്നെ ഈ ടേംസ് എല്ലാം ബ്രാക്കറ്റിൽ അതുപോലെ എഴുതാം. 1 by x minus 1 plus 1 by x minus 2 minus 1 by x minus 3 minus 1 by x minus 4 minus 1 by x minus 5. Okay. Now third one, log x whole raised to cos x. Take this function as y. Now taking logarithm on both sides, log y equal to log x raised to cos x. ഇതാണ് നമ്മുടെ പവർ. പവർ ആദ്യം വരും. cos x into log of log x വരും. ലോഗിനെ ബേസിന്റെ കൂടെ എടുക്കണം. ഈ പവർ മുമ്പിലോട്ട് വരും. cos x into log of log x. Now differentiating both sides with respect to x, we get derivative of log y 1 by y dy by dx. ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. cos x ഫസ്റ്റ് ഫംഗ്ഷൻ, log of log x സെക്കൻഡ് ഫംഗ്ഷൻ. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് log x പ്ലസ് log of log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos x. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്തത്. ഇനി എന്താ ഡെറിവേറ്റീവ് ഓഫ് log x? ആദ്യം നമ്മൾ ഇതിനെ കാണേണ്ടത് log x പോലെയാണ്. ഈ ബ്രാക്കറ്റിനെ x ആയിട്ട് മനസ്സിൽ കാണണം. log xന്റെ ഡെറിവേറ്റീവ് 1 by x ആണ്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 1 by log x വരും. അതിനുശേഷം ഇതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 by log x into derivative of log x. Okay. Now here derivative of cos x. What is derivative of cos x? Minus sin x. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മൈനസ് sin x കൊണ്ട്. So 1 by y dy by dx equal to cos x into 1 by log x into d by dx of log x plus log of log x into d by dx of cos x. Now derivative of log x is 1 by x, derivative of cos x is minus sin x. അപ്പോൾ അതും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് നമ്മളിപ്പോൾ എത്തും.
ഡി വൈ ബൈ ഡി എക്സ് ഈ വൈനെ ഇങ്ങോട്ടേക്ക് എടുക്കണം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഡിനോമിനേറ്ററിൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഉണ്ടാകും. സോ കോസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ലോഗ് എക്സ്. പിന്നെ ഈ ടേം നെഗറ്റീവായിട്ട് വരും. പ്ലസ് ഇൻറ്റു മൈനസ് ഇസ് മൈനസ്. സൈൻ എക്സ് ആദ്യം എഴുതണം. മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് എക്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വൈ എന്താണോ വൈ ഏതാണോ ഫംഗ്ഷൻ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് ഹോൾ റൈസ് ടു കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ലോഗ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് എക്സ്. Now fourth one, y equal to x raised to x minus 2 raised to sin x. ഈ ടൈപ്പ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനെ യു ആയിട്ടും സെക്കൻഡ് ഫംഗ്ഷനെ വി ആയിട്ടും എടുക്കണം. ഡയറക്റ്റ് ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ മൈനസ് ആണുള്ളത്. ലോഗ് എ മൈനസ് ബിക്ക് നമുക്ക് ഫോർമുല ഇല്ല. ഓക്കെ, ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ ഈ ഫസ്റ്റ് ഫംഗ്ഷനെ യു ആയിട്ടും സെക്കൻഡ് ഫംഗ്ഷനെ വി ആയിട്ടും എടുക്കണം. സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു യു മൈനസ് വി. സോ ഡിഫറൻഷിയേറ്റിംഗ് വി ഗെറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് മൈനസ് ഡി വി ബൈ ഡി എക്സ്. Now u is equal to x raised to x. Now take logarithm on both sides. Log of u equal to log of x raised to x. അപ്പോൾ ഈ പവർ മുമ്പിലോട്ട് വരും. x into log x ആയിട്ട് മാറും. Now differentiating both sides with respect to x, derivative of log u 1 by u du by dx. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എഫ് ഇൻറ്റു ജി, എഫ് ജി ഡാഷ് ഇസ് എഫ് ഇൻറ്റു ജി ഡാഷ് പ്ലസ് ജി ഇൻറ്റു എഫ് ഡാഷ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ plus second function into derivative of first function. Now derivative of log x is 1 by x, derivative of x is 1. So du by dx is equal to u ne ippurthekku edukka u into, now x into 1 by x is 1, log x into 1 is log x. Now u is equal to x raised to x. So answer is x raised to x into 1 plus log x. അപ്പോൾ നമ്മൾ ഇപ്പോൾ du by dx കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് dv by dx. v is equal to 2 raised to sin x. Taking logarithm on both sides, we get log v equal to power ഇങ്ങോട്ടേക്ക് വരും sin x into log 2. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് log 2 is a constant. Okay, log 2 is a constant. Now differentiating both sides, we get derivative of log v 1 by v dv by dx. Derivative of sin x into log 2 is log 2 പുറത്ത് വെച്ചിട്ട് derivative of sin x കൊണ്ട് multiply ചെയ്യണം. Derivative of sin x is cos x. So log 2 into cos x. ഇനി v നെ ഇപ്പുറത്തേക്ക് എടുക്കാം. v into log 2 cos x. Now v is equal to 2 raised to sin x. So dv by dx equal to 2 raised to sin x into log 2 into cos x. Let it be equation 3. Now from 3 equations 1, 2 and 3, from first equation dy by dx equal to du by dx minus dv by dx. ഇനി du by dx ന്റെ വാല്യൂ dv by dx ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. du by dx is x raised to x into 1 plus log x minus dv by dx is 2 raised to sin x into log 2 cos x. Now fifth one, x plus 3 whole square into x plus 4 whole raised to 3 into x plus 5 whole raised to 4. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാലും ഒരുപാട് കോംപ്ലിക്കേഷൻ വരും. അതുപോലെ തന്നെ ഇതിന് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് സമയം പോകും. അപ്പം അതിന് പകരം നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ആദ്യം y ആയിട്ട് എടുക്കണം. y ഈക്വൽ ടു എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 4 ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് പ്ലസ് 5 ഹോൾ റൈസ് ടു 4. Now taking logarithm on both sides, we get log y equal to log of given function. Now this is of the form log a into b into c, which is equal to log a plus log b plus log c. Okay, log of a into b into c is log a plus log b plus log c. ആ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഇവിടെ എന്താ അപ്ലൈ ചെയ്യേണ്ടത്? log a raised to n is n log a. ആ റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 2 log x plus 3 plus 3 log x plus 4 plus 5 log x plus 5. Okay, ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. Now differentiating both sides, we get derivative of log y is 1 by y dy by dx. Derivative of 2 into log x plus 3 is 2 is a constant. So derivative of c into f of x is c into derivative of f of x. Constant പുറത്ത് വെച്ചിട്ട് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് എഴുതേണ്ടത്. So 2 into derivative of log x plus 3 is derivative of log x is 1 by x. Derivative of log x plus 3 is 1 by x plus 3
ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 3. ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 3 ഇസ് 1. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 1 ഉണ്ടാകും. അത് പ്രത്യേകിച്ചിട്ട് എഴുതുന്നില്ല എന്നേ ഉള്ളൂ. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് പ്ലസ് 3 ഇസ് 1 ബൈ എക്സ് പ്ലസ് 3. Plus 3 into derivative of log x plus 4 is 1 by x plus 4. Plus 4 into derivative of log x plus 5 is 1 by x plus 5. So dy by dx equal to y into 2 divided by x plus 3 plus 3 divided by x plus 4 plus 4 divided by x plus 5. ഇനി yയുടെ വാല്യൂ കൂടി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. സോ dy by dx equal to x plus 3 whole square into x plus 4 whole raised to 3 into x plus 5 whole raised to 4 into 2 by x plus 3 plus 3 by x plus 4 plus 4 by x plus 5. Now sixth one, x plus 1 by x whole raised to x plus x raised to 1 plus 1 by x. ഓക്കെ, കാണുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷെ വളരെ ഈസിയാണ്. ലോഗരിതം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആദ്യം നമ്മൾ y ആയിട്ട് എടുക്കണം. y ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു 1 പ്ലസ് 1 ബൈ എക്സ്. ഇവിടെ ഡയറക്റ്റ് ലോഗ് എടുത്തു കഴിഞ്ഞാൽ നടക്കൂല, കാരണം ഇവിടെ ഇരിക്കുന്നത് എ പ്ലസ് ബി ഫോമിലാണ്. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ലോഗ് എ ഇൻറ്റു ബി, ലോഗ് എ പ്ലസ് ലോഗ് ബി, അങ്ങനെയാണ് നമ്മുടെ റൂൾ ഇരിക്കുന്നത്. എ പ്ലസ് ബിക്ക് റൂൾ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫംഗ്ഷനെ യു ആയിട്ടും സെക്കൻഡ് ഫംഗ്ഷനെ വി ആയിട്ടും എടുക്കണം. y ഈക്വൽ ടു യു പ്ലസ് വി, വെർ യു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ റേസ് ടു എക്സ്, വി ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1 പ്ലസ് 1 ബൈ എക്സ്. ഇനി y ഈക്വൽ ടു യു പ്ലസ് വി, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ നമ്മൾ ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. യു ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ റേസ് ടു എക്സ്. Now taking logarithm on both sides, we get log u equal to log of x plus 1 by x whole raised to x. Log of a raised to n is n log a. So log of x plus 1 by x whole raised to x is x into e power ഇങ്ങോട്ടേക്ക് വരും, x into log x plus 1 by x. ഇതുപോലെ വരും log u equal to x into log of x plus 1 by x. Now differentiating with respect to x, we get derivative of log u is 1 by u du by dx. Here apply product rule. First function into derivative of second function plus second function into derivative of first function. So 1 by u du by dx equal to x into derivative of log x plus 1 by x plus log x plus 1 by x into derivative of x. What is derivative of log x plus 1 by x? Log x ആണെങ്കിൽ 1 by x, log x plus 1 by x ആണെങ്കിൽ 1 by x plus 1 by x into derivative of x plus 1 by x. Okay, 1 by x plus 1 by x into derivative of x plus 1 by x. What is derivative of x? 1. So 1 by u du by dx equal to x into 1 by x plus 1 by x into d by dx of x plus 1 by x plus log x plus 1 by x into 1. That is equal to x into 1 by, here simplifying this denominator, x into x is x square plus 1 whole divided by x. Now derivative of x is 1, derivative of 1 by x is minus 1 by x square. 1 by x is x raised to minus 1. Derivative of x raised to n is n x raised to n minus 1. Derivative of x raised to minus 1 is minus 1 into x raised to minus 2, which is equal to minus 1 divided by x square. Then here log of x plus 1 by x into 1 is log of x plus 1 by x. ഇത് നിങ്ങൾ സൈഡിലൊന്ന് എഴുതി വെച്ചോളൂ. Derivative of 1 by x is derivative of x raised to minus 1, which is minus 1 into x raised to minus 1, which is minus 2, which is equal to minus 1 by x square. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ഇവിടെ x into 1 divided by x square plus 1 by x. അപ്പോൾ എന്താ വരുന്നത്? 1 into ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താ? x divided by x square plus 1. ഇനി ഇവിടെ ഈ പ്ലസ്സിലത് മൈനസ് ആയിട്ട് വരും. ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ടാമത്തെ ടേമിൽ മാറ്റമൊന്നുമില്ല, അതുപോലെ എഴുതണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പോൾ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1.
So x square minus 1 divided by x square plus 1 plus log x plus 1 by x. So dy by dx equal to u into x square minus 1 divided by x square plus 1 plus log of x plus 1 by x. ഇനി u എന്താണോ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x plus 1 by x whole raised to x into x square minus 1 divided by x square plus 1 plus log of x plus 1 by x. Okay. ഇനി നമ്മൾ dv by dx കണ്ടുപിടിക്കണം. എന്താ v is equal to x raised to 1 plus 1 by x. Now taking logarithm on both sides, we get log v equal to log of x raised to 1 plus 1 by x. അപ്പോൾ ഈ പവർ ആദ്യം വരും. So we get 1 plus 1 by x into log x. Log ഈ xന്റെ കൂടെയാണ് വരുന്നത്. ബേസിന്റെ കൂടെയാണ് log വരുന്നത്. So log x. 1 plus 1 by x into log x. Now differentiating both sides, we get derivative of log v 1 by v dv by dx. Now here apply product rule. First function into derivative of second function plus second function into derivative of first function. So first function 1 plus 1 by x into derivative of log x. Derivative of log x is 1 by x plus second function log x into derivative of first function. Derivative of 1 is 0. Derivative of 1 by x is derivative of x raised to minus 1. Derivative of x raised to minus 1 is minus 1 into x raised to minus 2, which is minus 1 by x square. So 1 by v dv by dx is equal to 1 into x is x plus 1 whole divided by x into 1 by x. പിന്നെ ഈ term plus ഉള്ളത് minus ആയിട്ട് വരും. Minus log x divided by x square. Now here x into x is x square. So x plus 1 divided by x square minus log x by x square. So dv by dx equal to v into x plus 1 minus log x whole divided by x square. Now v is equal to x raised to 1 plus 1 by x. So dv by dx equal to x raised to 1 plus 1 by x into x plus 1 minus log x whole divided by x square. That is equation number 3. So from equations 1, 2 and 3. Now from first equation dy by dx equal to du by dx plus dv by dx. Now substitute value of du by dx and dv by dx. Du by dx is x plus 1 by x whole raised to x into x square minus 1 divided by x square plus 1 plus log of x plus 1 by x. Now dv by dx is x raised to 1 plus 1 by x into x plus 1 minus log x whole divided by x square. So this is dy by dx. Now seventh one, log x whole raised to x plus x raised to log x. Now take y equal to log x whole raised to x plus x raised to log x. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഈ ഫംഗ്ഷനെ ഫസ്റ്റ് ഫംഗ്ഷനെ യു ആയിട്ടും സെക്കൻഡ് ഫംഗ്ഷനെ വി ആയിട്ടും എടുക്കണം. സോ വൈ ഇസ് ഈക്വൽ ടു യു പ്ലസ് വി വെർ യു ഇസ് ലോഗ് എക്സ് റേസ് ടു എക്സ്, വി ഇസ് എക്സ് റേസ് ടു ലോഗ് എക്സ്. സോ ഡിവൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. യു ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു എക്സ്. നൗ ടേക്കിംഗ് ലോഗരിതം വി ഗെറ്റ് ലോഗ് യു ഈക്വൽ ടു ലോഗ് ഓഫ് ലോഗ് എക്സ് ഹോൾ റേസ് ടു എക്സ്. പവർ ആദ്യം വരണം. സോ ലോഗ് ഓഫ് ലോഗ് എക്സ് വരും. x into log of log x എന്നായിരിക്കും നമുക്ക് കിട്ടല്. log u equal to x into log of log x. Now differentiating both sides with respect to x, we get derivative of log u 1 by u du by dx. ഇവിടെ product rule apply ചെയ്യണം. First function into derivative of second function plus second function into derivative of first function. X into d by dx of log x plus log of log x into derivative of x. What is derivative of log x? Log x പോലെയാണ് ഇതിനെ കാണേണ്ടത്. log x ന്റെ derivative 1 by x. So log of log x derivative is 1 by log x into derivative of log x. Now derivative of x is 1. Okay, so we get 1 by u du by dx is equal to x into 1 by log x into derivative of log x plus log of log x into 1. Now derivative of log x is 1 by x. അപ്പോൾ ഈ xും xും ക്യാൻസൽ ചെയ്ത് പോകും. 1 by log x plus log of log x എന്ന് കിട്ടും. So du by dx is equal to യുവിനെ ഇപ്പുറത്തേക്ക് എടുക്കണം. u is equal to log x raised to x. So du by dx equal to log x raised to x into 1 by log x plus log of log x. ഇനി നമുക്ക് dv by dx കണ്ടുപിടിക്കാം. v is equal to x raised to log x. Taking logarithm on both sides, we get log v equal to log of x raised to log x. What is log of x raised to log x? Log x into log x. ഈ log x പവർ ഇങ്ങോട്ടേക്ക് വരും. ഈ log ഈ ബേസിന്റെ കൂടെ ചേരും. log x into log x. Now what is log x into log x? X into x is x square. Log x into log x is log x whole square. So we have log v equal to
log x whole square. Now differentiating both sides, we get derivative of log v is 1 by v dv by dx. Now this is of the form x square. Derivative of x square is 2x. 2 into log x into derivative of log x. Derivative of log x is 1 by x. So we get 2 log x into 1 by x, that is 2 by x into log x. So dv by dx is equal to v ne പുറത്തേക്ക് എടുക്കണം. എന്താ v is equal to x raised to log x. So dv by dx is equal to x raised to log x into 2 by x log x. Let it be equation 3. Now from first equation, dy by dx equal to du by dx plus dv by dx. Substitute values of du by dx and dv by dx. Du by dx is log x whole raised to x into 1 by log x plus log of log x. dv by dx is x raised to log x into 2 by x log x. Okay. ഇതാണ് നമ്മുടെ dy by dx. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ് റേസ് ടു ലോഗ് എക്സ് ഇൻറ്റു 2 ബൈ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. അതായത് ഇവിടെ എക്സ് റേസ് ടു ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് വരും. അതായത് എക്സ് റേസ് ടു ലോഗ് എക്സ് മൈനസ് 1 എന്ന് വരും. സോ ദിസ് ടേം ബിക്കംസ് 2 ഇൻറ്റു എക്സ് റേസ് ടു ലോഗ് എക്സ് മൈനസ് 1 ഇൻറ്റു ലോഗ് എക്സ്. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ഹോൾ റേസ് ടു എക്സ് 1 by log x plus log of log x plus 2 into x raised to log x minus 1 into log x. Now next problem, sin x whole raised to x plus sin inverse of root x. ഇതിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? y ഈക്വൽ ടു യു പ്ലസ് വി ആയിട്ട് എടുക്കണം. തന്നിരിക്കുന്ന ഫംഗ്ഷനെ ആദ്യം y ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ടേമിനെ യു ആയിട്ട് എടുക്കണം. സെക്കൻഡ് ടേമിനെ വി ആയിട്ട് എടുക്കണം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. ഈ രണ്ട് ടേംസ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. യു ഈക്വൽ ടു സൈൻ എക്സ് ഹോൾ റേസ് ടു എക്സ്. ടേക്കിംഗ് ലോഗരിതം വി ഗെറ്റ് ലോഗ് യു ഈക്വൽ ടു, ഈ സൈഡ് എന്താ വരുന്നത്? എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഓക്കെ, ലോഗ് ഓഫ് സൈൻ എക്സ് ഹോൾ റേസ് ടു എക്സ് ഇസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. പവർ ഇങ്ങോട്ട് മുമ്പിലോട്ട് വരും, ലോഗ് ബേസിൻ്റെ കൂടെ ചേരും. എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. Now differentiating both sides, we get derivative of log u 1 by u du by dx. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് സൈൻ എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. Derivative of log sin x is 1 by sin x into derivative of sin x. Derivative of x is 1. So 1 by u du by dx is equal to x into 1 by sin x into derivative of sin x plus log sin x into 1. Now what is derivative of sin x? Cos x. So x into cos x by sin x plus log sin x. Now what is cos by sin? Cos by sin is cot. So this is x into cot x plus log sin x. ഇനി യുവിനെ ഇങ്ങോട്ടേക്ക് എടുക്കണം. എന്താ യു? യു is sin x whole raised to x. So du by dx equal to sin x whole raised to x into x cot x plus log sin x. Let it be equation 2. ഇനി നമ്മൾ dv by dx കണ്ടുപിടിക്കണം. v is equal to sin inverse root x. What is derivative of sin inverse x? Derivative of sin inverse x is 1 by root of 1 minus x square. ഇവിടെ ഈ എക്സ് ഉള്ള സ്ഥലത്ത് ഇവിടെ എന്തായിരിക്കുന്നത്? റൂട്ട് എക്സ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഉള്ള സ്ഥലത്ത് നമ്മുടെ ആൻസറിൽ എന്താ വരുന്നത്? റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഡെറിവേറ്റീവ് ഓഫ് വി ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ ലോഗരിതം എടുത്തിട്ടില്ല. ഈ ഫംഗ്ഷൻ്റെ എക്സ്പോണൻറ്റ് 1 ആണ്. അപ്പോൾ ബേസും അതിൻ്റെ എക്സ്പോണൻറ്റും ഫംഗ്ഷൻ ഓഫ് എക്സ് ആയാലാണ് ലോഗരിതം എടുക്കേണ്ടത്. ഇവിടെ ലോഗരിതം എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഇവിടെ വി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഡെറിവേറ്റീവ് ഓഫ് വി ഇസ് ഡി വി ബൈ ഡി എക്സ്. Derivative of sin inverse x is 1 by root of 1 minus x square. Derivative of sin inverse root x is 1 by root of 1 minus x ഉള്ള സ്ഥലത്ത് റൂട്ട് എക്സ് കൊടുക്കണം. റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് അല്ല ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. ഇനി എന്താ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ? രണ്ടും ഇൻവേഴ്സ് ആണ്. അപ്പോൾ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്താ? എക്സ് ആണ്. സോ 1 by root of 1 minus x. Derivative of root x is 1 by 2 root x. So 1 by 2 into root of 1 minus x into root x. That is 1 by 2 into root of 1 minus x into x. Okay, 1 minus x into x. 1 minus x into x is x minus x square. So dv by dx is equal to 1 by 2 into root of x minus x square. Let it be equation 3. Now from first equation we get dy by dx equal to du by dx plus dv by dx. ഇനി ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഡി യു ബൈ ഡി എക്സ് ഇസ്
sin x whole raised to x into x cot x plus log sin x. dv by dx is 1 by 2 into root of x minus x square. This is our dy by dx. ഇത് നിങ്ങൾ തനിച്ച് ചെയ്യണേ, സ്വന്തമായിട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. വളരെ ഈസിയാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ആയിട്ട് എടുക്കണം. അതിനുശേഷം y ഈക്വൽ ടു യു പ്ലസ് വി ആയിട്ട് എടുക്കണം. രണ്ട് ഫംഗ്ഷൻസിന്റെ സം ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ യു പ്ലസ് വി എടുക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ യു, സെക്കൻഡ് ഫംഗ്ഷൻ വി. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. ഇത് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കും. അതിനുശേഷം ഇക്വേഷൻ 1 ഉപയോഗിച്ചുകൊണ്ട് അത് ഇവിടെ എഴുതും. ഓക്കെ, യു ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ്. Taking logarithm on both sides, we get log u equal to log of x raised to sin x. Log of x raised to sin x is sin x into log x. Sin x ഇങ്ങോട്ടേക്ക് വരും, log x ന്റെ കൂടെ ചേരും. So log u equal to sin x into log x. Now differentiating both sides, we get derivative of u is 1 by u du by dx. ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്? 1 by x. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്. അതും കൂടി എഴുതി കഴിഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു 1 by x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടും. സോ ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. Now u is x raised to sin x. So du by dx is equal to x raised to sin x into sin x by x plus cos x into log x. Let it be equation 2. ഇനി നമ്മൾ എന്തും കൂടി കണ്ടുപിടിക്കാനുണ്ട്? dv by dx ഉം കൂടി കണ്ടുപിടിക്കാനുണ്ട്. What is v? sin x whole raised to cos x. Taking logarithm on both sides, we get log v equal to log of sin x raised to cos x. Now power ഇങ്ങോട്ടേക്ക് വരും, cos x into log sin x. So log v equal to cos x into log sin x. Product of two functions. Okay, this is first function, this is second function. Log of sin x ആണ്. Differentiating both sides, we get derivative of log v 1 by v dv by dx. Product rule apply ചെയ്യണം. First function into derivative of second function plus second function into derivative of first function. Cos x into derivative of log sin x plus log sin x into derivative of cos x. അടുത്ത സ്റ്റെപ്പ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് ലോഗ് സൈൻ എക്സ് എന്താ? 1 by sin x into derivative of sin x. Derivative of cos x is minus sin x. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ cos x into 1 by sin x into derivative of sin x plus log sin x into derivative of cos x is minus sin x. ഇനി ഇവിടെ എന്താ? ഡെറിവേറ്റീവ് ഓഫ് sin x cos x ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? cos x into cos x by sin x minus, ഈ മൈനസ് ആണ് ഇവിടെ വന്നത്, minus sin x into log sin x. Now what is cos by sin? Cos by sin is cot. So we get cos x into cot x minus sin x into log sin x. ഇനി 1 by v യുടെ v നെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കണം. ഇനി ആ v യുടെ വാല്യൂ അവിടെ v എന്താണോ ഫംഗ്ഷൻ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. v is sin x whole raised to cos x. So dv by dx equal to sin x whole raised to cos x into cos x cot x minus sin x log sin x. Now from first equation dy by dx equal to du by dx plus dv by dx. ഇനി എന്താ du by dx? du by dx is x raised to sin x into sin x by x plus log cos x. dv by dx നമുക്ക് ഇപ്പോൾ കിട്ടി. എന്താ അത്? sin x whole raised to cos x into cos x cot x minus sin x log sin x. So this is our dy by dx. Now 10th one, y equal to x raised to x cos x plus x square plus 1 divided by x square minus 1. y equal to u plus v എടുക്കണം. u is first function, v is second function. dy by dx equal to du by dx plus dv by dx. ഇനി നമ്മൾ du by dx കണ്ടുപിടിക്കാം. u equal to x raised to x into cos x. Taking logarithm on both sides, log u equal to log of x raised to x into cos x. ഇവിടെ പവർ x into cos x ആണ്. അത് ഇങ്ങോട്ടേക്ക് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു x into cos x log x. log x ന്റെ കൂടെ ചേരും. Now differentiating both sides, we get derivative log u 1 by u du by dx. ഇവിടെ product rule apply ചെയ്യണം. First function into derivative of second function plus second function into derivative of first function. Derivative of log x is 1 by x. Derivative of x cos x കണ്ടുപിടിക്കുന്ന സമയത്ത് product rule apply ചെയ്യണം. First function into derivative of second function plus second function into derivative of first function. ഇതുപോലെ വരും. x into derivative of cos x plus cos x into derivative of x. Derivative of cos x is
മൈനസ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ എക്സും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഫസ്റ്റ് ടേം കോസ് എക്സ് ആയിട്ട് വരും പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. സോ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1. സോ കോസ് എക്സ് ഇൻറ്റു 1. ഓക്കെ, സോ കോസ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ് പോസിറ്റീവ് ടേം നമ്മൾ ആദ്യം എഴുതി, നെഗറ്റീവ് ടേം രണ്ടാമത് എഴുതി. കോസ് എക്സ് മൈനസ് എക്സ് സൈൻ എക്സ്. സോ ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു യുവിന് ഇപ്പുറത്തേക്ക് എടുക്കണം. യു ഇസ് എക്സ് റേസ് ടു എക്സ് കോസ് എക്സ്. സോ ഡി യു ബൈ ഡി എക്സ് ഇസ് എക്സ് റേസ് ടു എക്സ് കോസ് എക്സ് ഇൻറ്റു cos x plus log x into cos x minus x sin x. Let it be equation 2. ഇനി നമ്മൾ dv by dx കണ്ടുപിടിക്കണം. v is equal to x square plus 1 divided by x square minus 1. ഏത് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്? കോഷൻ റൂൾ അപ്ലൈ ചെയ്യണം. എഫ് ബൈ ജി ഫോമിലാണ് ഇരിക്കുന്നത്. എന്താ കോഷൻ റൂൾ? എഫ് ബൈ ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി എഫ് ഡാഷ് മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡ് ബൈ quotient rule is f by g dash is g f dash minus f g dash divided by g square. Here f is x square plus 1, g is x square minus 1. So dv by dx equal to g, that is x square minus 1, into derivative of f, that is derivative of numerator, derivative of x square plus 1, minus x square plus 1 into derivative of x square minus 1 whole divided by g square, denominator in square, x square minus 1 whole square. Now what is derivative of x square? 2x. Derivative of 1, 0. Derivative of x square is 2x. Derivative of minus 1, 0. So we get x square minus 1 into 2x minus x square plus 1 into 2x. അപ്പോൾ ഇവിടെ 2x നമുക്ക് കോമൺ ആയിട്ട് പുറത്ത് വെക്കാം. 2x പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ഉണ്ടാകും? x square minus 1 minus of x square plus 1. That is 2x into x square minus 1 minus x square minus 1. മൈനസിനെ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് എടുക്കണം. So 2x into x square minus 1 minus x square minus 1. ഈ x square minus x square ആണുള്ളത്, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. minus 1 is minus 2. So 2x into minus 2 is minus 4x divided by x square minus 1 whole square. So minus 4x divided by x square minus 1 whole square. So dv by dx is equal to minus 4x divided by x square minus 1 whole square. Let it be equation 3. Now from first equation dy by dx equal to du by dx plus dv by dx. Substitute values of du by dx and dv by dx. Du by dx is x raised to x cos x into cos x plus log x into cos x minus x sin x. dv by dx is minus 4x divided by x square minus 1 whole square. So this is our answer. Now 11th one, y equal to x into cos x whole raised to x plus x into sin x whole raised to 1 by x. Take y equal to u plus v, where u is first function, v is second function. Now dy by dx is equal to du by dx plus dv by dx. നമുക്ക് ആദ്യം du by dx കണ്ടുപിടിക്കാം. u equal to x into cos x whole raised to x. Taking logarithm on both sides, log u equal to log of x into cos x whole raised to x. അപ്പോൾ ഈ പവർ ഇങ്ങോട്ടേക്ക് വരും. x into log of x cos x. Now differentiating both sides, we get derivative of log u is 1 by u du by dx. Here apply product rule. First function into derivative of second function plus second function into derivative of first function. What is derivative of log x into cos x? Log x into derivative 1 by x ആണ്. Log x into cos x into derivative 1 by x into cos x into derivative of x cos x. Derivative of x is 1. Okay. So 1 by u du by dx is equal to x into 1 by x cos x into derivative of x cos x plus log of x cos x into derivative of x. Derivative of x is 1, and here derivative of x into cos x. Apply product rule. First function into derivative of second function plus second function into derivative of first function. Okay, ഇവിടെ log of x cos x into 1 വരും. അത് log of x cos x ആയിട്ട് വരും. ഇവിടുത്തെ ഈ x ക്യാൻസൽ ചെയ്യണം. 1 by cos x എന്ന് കിട്ടും. First function into derivative of second function plus second function into derivative of first function plus log of x cos x. Now what is derivative of cos x? Minus sin x. Derivative of x is 1. So we get 1 by cos x into minus sin x plus cos x into 1, that is cos x, plus log of x cos x. Cos x കൊണ്ട് രണ്ട് ടേംസിനെയും ഡിവൈഡ് ചെയ്യണം. മൈനസ് എക്സ് സൈൻ എക്സ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് എന്ന് വരും. പ്ലസ് കോസ് എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ്.
രണ്ട് ടേംസിനെയും 1/cos x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. പ്ലസ് log ഓഫ് എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ ഈ കോസ് എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. അവിടെ 1 എന്ന് കിട്ടും. 1 മൈനസ് ഈ മൈനസ് ടേമിനെ സെക്കൻഡ് ടേം ആയിട്ട് എടുത്തിട്ടുണ്ട്. സൈൻ എക്സ് ബൈ കോസ് എക്സിനെ എന്തായിട്ട് എടുക്കേണ്ടത്? ടാൻ എക്സ്. സൈൻ ബൈ കോസ് ഇസ് ടാൻ. സോ 1 മൈനസ് എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് തേർഡ് ടേം അതുപോലെ എഴുതിയിട്ടുണ്ട്. log ഓഫ് എക്സ് ഇൻറ്റു കോസ് എക്സ്. സോ ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഈ യുവിനെ ഇപ്പുറത്തേക്ക് എടുക്കാൻ മറന്നു പോകരുത്. u equal to x cos x whole raised to x. So du by dx equal to x cos x whole raised to x into 1 minus x tan x plus log of x into cos x. Equation number 2. ഇനി നമ്മൾ dv by dx കണ്ടുപിടിക്കണം. v equal to x into sin x whole raised to 1 by x. Taking logarithm on both sides, we get log v equal to log of x into sin x 1 by x. അപ്പോൾ പവർ ഇങ്ങോട്ടേക്ക് വരും. 1 by x into log x sin x. Okay, now differentiating both sides, derivative of log v 1 by v dv by dx. Product rule apply ചെയ്യണം. First function into derivative of second function plus second function into derivative of first function. Log of x sin x ഇതിന്റെ derivative 1 by x sin x into derivative of x sin x. ഇവിടെ derivative of 1 by x എന്താ എഴുതേണ്ടത്? x raised to minus 1 ആണിത്. Derivative of x raised to minus 1 is minus 1 by x square. So derivative of 1 by x is minus 1 by x square. So 1 by v dv by dx is equal to 1 by x into 1 by x sin x into derivative of x sin x plus log x sin x into minus 1 by x square. Here apply product rule. X into sin x, product of two functions. First function into derivative of second function. Derivative of sin x is cos x. Plus second function into derivative of first function. Sin x into derivative of x. Derivative of x is 1. Sin x into 1 is sin x. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. x into derivative of sin cos x plus sin x into derivative of x is 1. So sin x. ഇനി പ്ലസ്സിലത് ഇവിടുത്തെ മൈനസ് ചേർന്നിട്ട് മൈനസ് ആകും. പ്ലസ് ഇൻറ്റു മൈനസ് ഇസ് മൈനസ് log x sin x whole divided by x square. ഇത് ഡിനോമിനേറ്ററിൽ ഉണ്ടാകും x square. So we get x cos x divided by x square sin x plus sin x divided by x square sin x. Third term is minus log x sin x divided by x square. ഇവിടെ sin x cancel ചെയ്ത് പോകും. 1 by x square എന്ന് കിട്ടും. Now cos by sin is cot. Cos x divided by sin x is cot x. So first term is ഒരു x cancel ചെയ്ത് പോകും. cot x divided by x plus sin x cancel ചെയ്ത് പോയിട്ട് 1 by x square minus log of x sin x whole divided by x square. Okay, ഇനി v നെ ഇപ്പുറത്തേക്ക് എടുക്കണം. dv by dx is equal to x into sin x whole raised to 1 by x into cot x by x plus 1 by x square minus log x sin x whole divided by x square. Now this is equation number 3. Now from first equation dy by dx is equal to du by dx plus dv by dx. So dy by dx is equal to du by dx is x cos x whole raised to x into 1 minus x tan x plus log of x cos x. dv by dx is x sin x whole raised to 1 by x into cot x by x plus 1 by x square minus log x sin x whole divided by x square. So this is our answer. Now find dy by dx 12th one. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോബ്ലം ആണ് ഇത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. എക്സ് റേസ് ടു വൈ പ്ലസ് വൈ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു 1. ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനെ യു ആയിട്ടും സെക്കൻഡ് ഫംഗ്ഷനെ വി ആയിട്ടും എടുക്കണം. യു പ്ലസ് വി ഇസ് ഈക്വൽ ടു 1 ആയിട്ട് കിട്ടും. So differentiating both sides with respect to x, we get du by dx plus dv by dx is equal to derivative of 1, 0. So we have du by dx plus dv by dx is equal to 0. Let it be equation 1 where u equal to x raised to y, v is equal to y raised to x. അപ്പോൾ നമുക്ക് ആദ്യം du by dx കണ്ടുപിടിക്കാം. u equal to x raised to y. Taking logarithm on both sides, log u equal to log of x raised to y. What is log of x raised to y? y log x. പവർ ഇങ്ങോട്ടേക്ക് വരും, log ഇതിൻ്റെ കൂടെ പോകും. y log x. Now differentiating both sides, we get derivative of log u 1 by u du by dx. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. y into derivative of log x plus log x into derivative of y. Now what is derivative of log x? 1 by x. So 1 by u du by dx equal to y into 1 by x plus log x into dy by dx.
ഇനി യുവിനെ ഇങ്ങോട്ടേക്ക് എടുക്കണം. ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. നൗ വാട്ട് ഇസ് യു? യു ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു വൈ. സോ ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. സോ ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എക്സ് റേസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ്, ഡിനോമിനേറ്ററിൽ എക്സ് ഉണ്ട്, അത് എക്സ് റേസ് ടു മൈനസ് വൺ ആണ്. എക്സ് റേസ് ടു വൈ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് വൺ ഇസ് എക്സ് റേസ് ടു വൈ മൈനസ് വൺ ഇൻറ്റു വൈ പ്ലസ് എക്സ് റേസ് ടു വൈ. എക്സ് റേസ് ടു വൈ കൊണ്ട് രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി. സെക്കൻഡ് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. നൗ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. വി ഇസ് ഈക്വൽ ടു വൈ റേസ് ടു എക്സ്. Taking logarithm on both sides, we get log v equal to log of y raised to x. What is log of y raised to x? Power ഇങ്ങോട്ടേക്ക് വരും, x into log y. So log v equal to x into log y. Differentiating both sides, we get derivative of log v 1 by v dv by dx. ഇവിടെ product rule apply ചെയ്യണം. First function into derivative of second function plus second function into derivative of first function. x into derivative of log y plus log y into derivative of x. ഇനി എന്താ log y യുടെ ഡെറിവേറ്റീവ്? 1 by y dy by dx. We are differentiating with respect to x. അപ്പോൾ വേരിയബിൾ y ഉള്ള സ്ഥലത്ത് dy by dx ഉണ്ടാകും. 1 by y dy by dx. Derivative of x is 1. So 1 by v dv by dx equal to x into 1 by y dy by dx plus log y into 1. That is x by y dy by dx plus log y. Now take v to RHS. V is y raised to x. So dv by dx is equal to y raised to x into x by y dy by dx plus log y. Okay. So dv by dx equal to ഈ y raised to x കൊണ്ട് രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ടേം വരുന്നത് y raised to x into x by y ആണ്. ഇവിടെ ഒരു y ഡിവൈഡ് ബൈ y ഉണ്ടല്ലോ, അത് y raised to minus 1 ആണ്. അതായത് y raised to x into y raised to minus വരും, അത് y raised to x minus 1 ആയിട്ട് വരും. പിന്നെ ഇവിടെ ഇരിക്കുന്ന ടേം ഏതാ? ഒരു x ഉണ്ട്, പിന്നെ ഒരു dy by dx ഉണ്ട്. സോ ഫസ്റ്റ് ടേം ഇസ് x into y raised to x minus 1 dy by dx plus second term y raised to x into log y. രണ്ട് ടേമിനെയും y raised to x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ടേം എന്ത് വരും? y raised to x into log y. This is equation number 3. Now from first equation, du by dx plus dv by dx is equal to 0. Now du by dx is x raised to y minus 1 into y plus x raised to y log x into dy by dx plus dv by dx is x into y raised to x minus 1 dy by dx plus y raised to x into log y. ഇനി നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? dy by dx വരുന്ന ടേംസ് കമ്പൈൻ ചെയ്യണം. എന്നിട്ട് dy by dx കോമൺ ആയിട്ട് പുറത്തെടുക്കണം. dy by dx ഇല്ലാത്ത ടേംസിനെ ഈ ഫസ്റ്റ് ടേമിലും ലാസ്റ്റ് ടേമിലും dy by dx ഇല്ല, അതിനെ RHSലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതെന്താകും? ഇവിടെ പ്ലസ് ആണെന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. രണ്ട് ടേം മൈനസ് ആകും. dy by dx ഇരിക്കുന്ന ടേംസിനെ LHSൽ വെച്ചിട്ട് dy by dx കോമൺ ആയിട്ട് പുറത്തു വെക്കണം. ഇവിടെ അപ്പോൾ x raised to y log x ആണ്. ഇവിടെ എന്താ ഉള്ളത്? x into y raised to x minus 1. ഇനി dy by dx ഇല്ലാത്ത ടേമിനെ RHSലേക്ക് കൊണ്ടുപോകണം. പ്ലസ് ഉള്ളത് മൈനസ് ആകും. മൈനസ് y raised to x log y, ഇത് മൈനസ് ആയിട്ട് വരും. മൈനസ് x raised to y minus 1 into y. ഈ മൈനസ് സൈൻ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. dy by dx equal to ഈ ടേമിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകണം. dy by dx equal to minus of y raised to x into log y plus x raised to y minus 1 into y whole divided by ഈ ബ്രാക്കറ്റ്. ഏതാത്? x raised to y log x plus x into y raised to x minus 1. ഇതാണ് നമ്മുടെ ആൻസർ. Now 13, y raised to x equal to x raised to y. ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചു വെച്ചോളണേ. Now take this function as u and this function as v. du by dx equal to dv by dx. Okay. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ലോഗരിതം എടുത്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. യുവും വിയും ആയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് du by dx equal to dv by dx ഇക്വേറ്റ് ചെയ്തിട്ട് dy by dx കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇവിടെ പ്ലസ് മൈനസ് ടേംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ലോഗരിതം എടുത്തിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. log of y raised to x equal to log of x raised to y. What is log of y raised to x? X into log y. Log of x raised to y? Y into log x. Now differentiating both sides we get എന്താ അപ്ലൈ ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. രണ്ട് സൈഡും
product rule apply ചെയ്യണം. First function into derivative of second function plus second function into derivative of first function. So differentiating with respect to x, we get x into derivative of log y plus log y into derivative of x equal to y into derivative of log x plus log x into derivative of y. Okay. What is derivative of log y? 1 by y dy by dx. Derivative of x is 1. Derivative of log x is 1 by x. Derivative of y അതുപോലെ dy by dx ആയിട്ട് എഴുതണം. So x into 1 by y dy by dx plus log y equal to y into 1 by x plus log x into dy by dx. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും? dy by dx ഇരിക്കുന്ന ടേംസിനെല്ലാം LHSൽ വെക്കണം. dy by dx ഇല്ലാത്ത ടേംസിനെ RHSലേക്ക് കൊണ്ടുപോകണം. സോ ഹിയർ ഫസ്റ്റ് ടേം ഇസ് എക്സ് ബൈ വൈ dy by dx. RHSലിരിക്കുന്ന ഈ പോസിറ്റീവ് ടേമിനെ LHSലേക്ക് കൊണ്ടുപോകണം. അത് അവിടെ മൈനസ് ആയിട്ട് വരും. മൈനസ് ലോഗ് എക്സ് ഇൻറ്റു dy by dx. y by x ഇവിടെ തന്നെ വെക്കണം. ഇവിടെ ഇരിക്കുന്ന ലോഗ് വൈ LHSലിരിക്കുന്ന ലോഗ് വൈനെ RHSലേക്ക് കൊണ്ടുപോകണം. അതവിടെ പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് ആകും. ഇനി എന്താ ചെയ്യേണ്ടത്? ടേക്ക് dy by dx കോമൺ. സോ dy by dx ഇൻറ്റു എക്സ് ബൈ വൈ മൈനസ് ലോഗ് എക്സ് ഈക്വൽ ടു y by x മൈനസ് ലോഗ് വൈ. So dy by dx equal to y by x minus log y divided by x by y minus log x. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ x എടുക്കാം. സോ y മൈനസ് എക്സ് ലോഗ് വൈ ഹോൾ ഡിവൈഡ് ബൈ എക്സ് വരും. അതുപോലെ ഇവിടെ ഡിനോമിനേറ്റർ y ആയിട്ട് എടുക്കാം. ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പോൾ നമ്മൾ ഈ ടേമിനെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ഗെറ്റ് x മൈനസ് y ഇൻറ്റു ലോഗ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ y. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഡിവൈഡഡ് ബൈ ആണ്. ഇൻറ്റു എഴുതുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേമിന്റെ റെസിപ്രോക്കൽ എഴുതണം. സോ ഇവിടെ ഇരിക്കുന്ന ടേം എന്താ? y മൈനസ് എക്സ് ലോഗ് വൈ ഡിവൈഡ് ബൈ എക്സ് വരും ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ y ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ ലോഗ് എക്സ്. ഇനി y ഈ എക്സിന്റെ കൂടെ എടുക്കാം. അതായത് y ബൈ എക്സ് വരും. പിന്നെ ഏതൊക്കെ ടേംസ് ആയിരിക്കുന്നേ? y മൈനസ് എക്സ് ലോഗ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ ലോഗ് എക്സ്. So dy by dx equal to y by x into y minus x log y divided by x minus y log x. 14th one, cos x whole raised to y equal to cos y whole raised to x. ഒന്നെങ്കിൽ ഇതിനെ u ഇതിനെ v ആയിട്ട് എടുക്കണം. u equal to v du by dx equal to dv by dx. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ലോഗരിതം എടുക്കാം. Taking logarithm on both sides we get log of cos x whole raised to y equal to log of cos y whole raised to x. What is log of cos x whole raised to y? y log cos x equal to ഇവിടെ log എടുത്താൽ എന്താ കിട്ടുന്നത്? x log cos y. Now differentiating both sides, രണ്ട് സൈഡും നമ്മൾ product rule apply ചെയ്യണം. First function into derivative of second function plus second function into derivative of first function. y into derivative of log cos x is 1 by cos x into derivative of cos x, that is minus sin x, plus second function into derivative of first function, that is derivative of y dy by dx equal to ഇവിടെയും product rule apply ചെയ്യണം. First function into derivative of log cos y. Derivative of log cos y is 1 by cos y into derivative of cos y, that is minus sin y. y ആയതുകൊണ്ട് എന്നുകൂടി ഉണ്ടാകും dy by dx ഉണ്ടാകും. പ്ലസ് ലോഗ് കോസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്, ദാറ്റ് ഇസ് 1. അതിവിടെ പ്രത്യേകിച്ചിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ലോഗ് കോസ് വൈ ഇൻറ്റു 1 ഇസ് ലോഗ് കോസ് വൈ. ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ഉണ്ട്. അതുപോലെ ഇവിടെ മൈനസ് സൈൻ വൈ ഡിവൈഡ് ബൈ കോസ് വൈ ഉണ്ട്. സൈൻ ബൈ കോസ് ഇസ് ടാൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് ടാൻ എക്സ് കിട്ടും. അതുപോലെ ഇവിടെ മൈനസ് ടാൻ വൈ എന്ന് കിട്ടും. So y into minus tan x plus log cos x dy by dx equal to minus x into tan y dy by dx plus log cos y. ഇനി നമ്മൾ ചെയ്യേണ്ടത് dy by dx ഇരിക്കുന്ന ടേംസിനെ LHSലേക്ക് കൊണ്ടുപോകണം. dy by dx ഇല്ലാത്ത ടേംസിനെ RHSലേക്ക് കൊണ്ടുവരണം. ഈ ടേം അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താകും? പോസിറ്റീവായിട്ട് മാറും. ഇവിടെ ഓൾറെഡി ഒരു ടേം ഉണ്ട്, log cos x into dy by dx. ഈ ടേമിനെ ഇപ്പുറത്തേക്ക് എടുക്കാം. പ്ലസ് എക്സ് ഇൻറ്റു ടാൻ വൈ dy by dx. ഇനി ഇവിടെ ലോഗ് കോസ് വൈ ഇവിടെ തന്നെ വെക്കണം. dy by dx ഇല്ലാത്ത ഈ നെഗറ്റീവ് ടേമിനെ RHSലേക്ക് കൊണ്ടുപോകണം. അത് പോസിറ്റീവായിട്ട് വരും. പ്ലസ് വൈ ടാൻ എക്സ് ആയിട്ട് വരും. ഇനി എന്താ ചെയ്യേണ്ടത്? dy by dx കോമൺ ആയിട്ട് പുറത്തെടുക്കണം. dy by dx ഇൻറ്റു ലോഗ് കോസ് എക്സ് പ്ലസ് എക്സ് ടാൻ വൈ ഈക്വൽ ടു ലോഗ് കോസ് വൈ പ്ലസ് വൈ ടാൻ എക്സ്. Now what is dy by dx? dy by dx equal to log cos y plus y tan x divided by log cos x plus x tan y.
Now 15th one. Okay, last problem is x into y equal to e raised to x minus y. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ലോഗരിതം എടുത്തിട്ട് ചെയ്യാം. Taking logarithm on both sides, we get log x y equal to log of e raised to x minus y. E and log are inverse of each other. So log of e raised to x minus y is x minus y. ഇവിടെ log of a into b ആ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. Log of a into b is equal to log a plus log b. So log of x into y is log x plus log y. Log and e are inverse of each other. So log of e raised to x minus y is x minus y. Okay, linear form like 1 no. Now differentiating both sides, we get derivative of log x is 1 by x. Derivative of log y 1 by y dy by dx. Derivative of x is 1. Derivative of y is minus dy by dx. So we get 1 by x plus 1 by y dy by dx equal to 1 minus dy by dx. ഇനി dy by dx ഇരിക്കുന്ന ടേമിനെ LHSലേക്കും dy by dx ഇല്ലാത്ത ടേമിനെ RHSലേക്ക് കൊണ്ടുവരണം. ഈ ടേം ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആയിട്ട് വരും. ഇവിടെ ഇരിക്കുന്ന പ്ലസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് ആയിട്ട് വരും. സോ 1 by y dy by dx plus dy by dx equal to 1 minus 1 by x. Now take dy by dx outside. 1 by y plus 1 equal to 1 minus 1 by x. So what is dy by dx? 1 minus 1 by x divided by 1 plus 1 by y. Now simplifying this, x into 1 is x, x minus 1 whole divided by x. Y into 1 is y. So y plus 1 divided by y. So x minus 1 by x into ഇതിന്റെ reciprocal എഴുതണം. y divided by y plus 1. So y by x into x minus 1 divided by y plus 1. ഈ y x ന്റെ കൂടെ എടുക്കാം. y by x into x minus 1 divided by y plus 1. ഇവിടെ പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊഡക്റ്റ് ഇത് രണ്ടിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇവിടെ വരുന്നത്. സോ dy by dx equal to y by x into x minus 1 divided by y plus 1. ഓക്കെ, ഇപ്പം നമ്മളിതിൽ 15 പ്രോബ്ലംസ് ആണ് ചെയ്തത്. എല്ലാ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കണം. എക്സാമിൽ ഈ ടൈപ്പ് പ്രോബ്ലംസ് എന്തായാലും ചോദിക്കും. അതുകൊണ്ട് എല്ലാ പ്രോബ്ലംസും നോട്ട് ബുക്കിൽ എഴുതണം, പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു.